കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അയ്യോ, ഞാൻ ഇവിടെ ഫാഷൻ പരേഡ് കാണിച്ചല്ലേ, എന്റെ നടുവിന്റെ ഞൊട്ടയൊന്ന് പിടിച്ചിട്ടത്. അതേ പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒട്ടക പക്ഷി പോലെ ഞാൻ ഓടി നടന്നുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഒച്ചെഴയുന്നത് പോലെ വല്ലാത്ത കഷ്ടമാ. അതെങ്ങനെ ഈ കാലെടുത്ത് ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷമേ ഈ കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ വന്ന കാല് വലിയോ, സ്വന്തം കാലിന് പോലും പരസ്പര വിശ്വാസമില്ല. ഞാനിത് എങ്ങോട്ട് പോയേ? എന്റെ കെട്ടിയനെ കണ്ടായിരുന്നോ? അല്ല, നിങ്ങളോട് ചോദിക്കുന്ന ആ ഭാഗത്തൊക്കെ വരാൻ സാധ്യതയുള്ളൂ, അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കണ്ടായിരുന്നോ? എവിടെ പോയതാ എന്റെ ദൈവമേ? പട്ടിയെ കൊണ്ട് കെട്ടടി. അതിന് പട്ടി എന്തിയേ? പട്ടി എന്തിയെന്നാ ഞാനും ചോദിക്കുന്നത്. പട്ടി എന്തിയേ? പട്ടി തുമ്പത്തോണ്ടായിരുന്നു. പട്ടി എന്തിയേ? ആ പട്ടി എന്തിയേ? നിങ്ങൾ ആ വത്സലയോട് കാര്യം പറഞ്ഞ സമയത്ത് പട്ടി ഓടി വന്ന് കൂട്ടിക്കേറി. ആ പന്നപ്പട്ടി അതുകൂടെ വന്ന് പറഞ്ഞു. പറഞ്ഞു. ഞാൻ റെസ്പെക്ട് കൊടുത്ത് വളർത്തുന്ന പട്ടിയാ. ഇതെന്തുവാ? 4 പൊറോട്ട മാറ്റാ രാഘവന്റെ കടയിൽ നിന്ന്. കൊച്ചു വെളുപ്പാകാലത്ത് പൊറോട്ടയും കൊണ്ട് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ അപ്പവും മുട്ടക്കറി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കൊതിക്കറുവാ. ഇത് തിന്നാനുള്ളതല്ലെന്ന്. പിന്നെ ഇത് അഴിച്ചെടുത്തിട്ട് നമ്മുടെ പാവലിനും പടവലത്തിനൊക്കെ വലിച്ചു കെട്ടാം. പൊറോട്ട ഇല്ലേ അവന്റെ മാറ്റിന് വന്നത്? രാഘവന്റെ കടയിലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ 10-25 പരിപ്പോടയും കൂടെ മേടിക്കാൻ വയ്യായിരുന്നോ? എന്നിട്ട് നിന്റെ പല്ലിന്റെ ബോർഡടയ്ക്കാനോ? എന്റെ പല്ലിന്റെ ബോർഡടയ്ക്കാനല്ല, നമ്മുടെ അടുക്കളയിലെ കയ്യാലെ ഇടിഞ്ഞ് കിടക്കണം, അത് വെച്ച് കെട്ടാനെ കൊണ്ട്. കയ്യാലെ ഇടിഞ്ഞ് കിടക്കുന്ന പരിപ്പോടയോ? എങ്ങനെ കെട്ടാതിരിക്കും? അങ്ങനെയുള്ള പലഹാരങ്ങളില്ലേ ഇപ്പൊ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതിരിക്കട്ടെ, നിങ്ങൾ ഈ നേരം വെളുത്തത് എവിടെ പോയതായിരുന്നേ? ഞാൻ നടക്കാൻ പോയതാ. ഇത്ര സമയത്ത് നിങ്ങൾ നടക്കാൻ പോയതാണോ? നടന്നു ഞാൻ അങ്ങോട്ട് ഓമയുടെ ചോട്ട് ചെന്നപ്പോ ഓമനക്കുട്ടി അവിടെ നിൽക്കുന്നു. അവളെ ചോദിച്ചു അപ്പച്ച എവിടെ പോവാന്ന്. അങ്ങനെ അവള് ഞാനവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളെ എന്റെ കുറുപടി എടുത്ത് കൈ പിടിച്ചോണ്ട് ഞാൻ ഉള്ള വീടിന്റെ വെളുപ്പിനെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴും റബ്ബർ തോട്ടത്തിന് അവിടെ ചെന്നപ്പോ റബേക്ക നിൽക്കുന്നു. റബേക്ക ചോദിച്ചു അപ്പച്ച കുറെ നാളായില്ലയോ കണ്ടോട്ടെന്ന് പറഞ്ഞ് റബേക്ക ഞങ്ങളുടെ കൂടെ കൂടി അങ്ങോട്ട് കയറി ആ വളവ് അങ്ങോട്ട് കയറി ആ വാഴ ചെന്നപ്പോ വത്സല നിൽക്കുന്നു. വത്സലയും കുട്ടി ഞങ്ങൾ കാര്യം പറഞ്ഞ ആ മാടത്തിന്റെ സൈഡിൽ ഇരിക്കുവായിരുന്നു. അങ്ങനെ താമസിച്ചു പോയത്. അപ്പൊ നിങ്ങൾ നടക്കാൻ പോയതല്ല, വല്ലതും നടക്കോ? അല്ല പിന്നെ ഞാൻ എന്താ പറയണ? ഇനി ഞാൻ വത്സലോട് സംസാരിച്ചെന്താ ചോദിച്ചാൽ ഞാൻ വത്സലൊക്കെ നീ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വന്ന് പുല്ലൊന്ന് പറിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് വത്സല എന്താ പറഞ്ഞു? വത്സല ഒന്നും പറഞ്ഞില്ല. അവിടെ ഭർത്താവ് പറഞ്ഞു പുല്ല കൂടുതൽ സംസാരിച്ച നിന്റെ ഞാൻ വിട്ടു പോയിക്കോടാന്ന് പറഞ്ഞു. 4-5 പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഉള്ളിലോട്ട് വലിച്ച് ഈ ചുക്കി തൊടിഞ്ഞിരിക്കുന്ന തൊലിയെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് നിവർത്തി വെക്കും. ചെറുപ്പക്കാരനാണ് കാണിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ അസുഖം നിർത്തിക്കോണം കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഒന്നുമില്ല, കൂടുതൽ സംസാരിക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുത്തൊന്നുമില്ലല്ലോ വിളിച്ചാലും. ഞാന് അപ്പുറത്തെ ചിന്നമ്മ കൂട്ടം വിളിച്ചിട്ട് 2-3 സ്ഥലങ്ങളിൽ പോവാനുണ്ട്. ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരത്തുള്ളൂ. കറിയച്ചൻ അവളെ വിടത്തില്ല. അതെന്താ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ചിന്നമ്മോട് ചോദിച്ചു നാളെ. അതിനപ്പോ ചിന്നമ്മ പറഞ്ഞ് കറിയാച്ചൻ വിടത്തില്ല. അല്ല കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം. അല്ല പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. എന്റെ വാങ്ങി വല്ല പച്ചക്കറിയും കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ നരച്ചാലും ഒതുങ്ങത്തില്ലല്ലോ നിങ്ങൾ. ഇല്ല ഒതുങ്ങത്തില്ല. ലിസക്കുട്ടി വന്ന് പാല് കാച്ചി പിടിച്ചിട്ട് അങ്ങോട്ട് പോയോ? ഇല്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവിടെ പാല് കാച്ചി പോകാൻ പറ്റിയില്ല. എന്റെ പൊന്നിച്ചായ, ആ വീട് കണ്ടിട്ട് വന്ന് എല്ലാരും പറയുവോ എന്തോ വീടാ വെച്ചേക്കുന്നേന്ന്. അതിഭയങ്കരമായ വീടെന്ന് പോലും. പെരക്കകത്തിരുന്ന ഒരു റിമോട്ടെ ഞെക്കി കഴിഞ്ഞാൽ വാതിൽ തനിയെ തുറക്കും ഗേറ്റ്. അയ്യാ, ഞങ്ങളുടെ മാത്തുക്കുട്ടി ഇതുപോലെ വീട് വെച്ചു, വലിയ വീട്. പെരക്കാത്തിട്ട് ഞെക്കിയ റോഡ് സൈഡിലെ ഗേറ്റ് അങ്ങ് തുറക്കും. അത് പറഞ്ഞ് കള്ളം കയറത്തില്ലെന്ന്. കള്ളൻ അത് ചാടി കയറി അവന്റെ കൊങ്ങാക്കി പിടിച്ചപ്പോ അവന്റെ വായങ്ങ് തുറന്നു. കേറേണ്ടിയവൻ കേറും. അതിനൊരു നാക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു തരത്തില്ല. ഇപ്പൊ നീ വിചാരിക്കും ഞാൻ എവിടെയോ ഇങ്ങനെയൊക്കെ ചെന്ന് കേറുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വായന്ന് ഇങ്ങനെ വന്നെന്നില്ലേ നീ വിചാരിക്കത്തുള്ളൂ. അത് ഞാനെന്നല്ല, മൂളയുള്ള എല്ലാരും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 10-45 കൊല്ലമായിട്ട് വേണ്ട എന്ന് വെച്ചേക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ ചെയ്യും. എന്ത് വരുന്നത്? നിങ്ങളുടെ ഈ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ ദിവസം കൊടുത്താ നിങ്ങൾ വിടുന്നേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മുട്ടുകാലം തല്ലി ഓടിക്കുന്നു പറഞ്ഞ ഭയങ്കര ഇതാ. എന്റെ മുട്ടുകാലം തല്ലി ഓടിക്കുന്നു പറഞ്ഞത് വർഷം കൊണ്ട് നീ എന്റെ കൂടെ നടന്നത് കൊട്ടേഷൻ കൊണ്ടായിരുന്നു. ഞാനത് തമാശ പറയുന്നില്ല. ഞാൻ അങ്ങനൊക്കെ പറഞ്ഞാല് ഇങ്ങനെ പോലും വെട്ടുപോകും. അയ്യോ എന്റെ തൊട മസിൽ കയറിയിരിക്കുന്ന കേട്ടോ. കട്ടിലെ തലയാണ് ഇട്ടേക്കുന്ന പോലെ. അയ്യോ ശരിയാ, പോട്ടെ കുറച്ച് കഴിയുമ്പോ അങ്ങനെ ഇറങ്ങി പൊക്കോളും. എന്റെ തൊട കയറിയ മസിലാ, കടയിൽ കയറിയ മനുഷ്യനല്ല. കുറച്ച് കഴിയുമ്പോ ഇറങ്ങി പോകാൻ വേണ്ടി എന്റെ പൊന്നി ചായ അങ്ങ് പൊക്കോളൂന്നാ പറഞ്ഞത്. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാവോ? ഇത്ര നേരം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തെടുക്കുമായിരുന്നു, കേൾക്കുമല്ലായിരുന്നു. ചായന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. 48 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നീ പിന്മാറാൻ ശ്രമിച്ചു ഇല്ലയോ? അതല്ല, ഗൾഫിൽ പോകുന്ന കാര്യമാണ്. അടിപൊളി. കൈ രണ്ട് കൂട്ടി അടിക്കുമ്പോഴേ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടി എന്റെ ഞരമ്പൊക്കെ എന്ന് തിളയ്ക്കും. അതുകൊണ്ടാ. ആണോ? കാച്ചിൽ വെള്ളി പറിച്ചെടുക്കുന്ന പോലെ ഞാൻ ഞരമ്പെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞേക്കാം. പറഞ്ഞേക്കാം, അതല്ലേ പറഞ്ഞത്. ഞാൻ
ഗൾഫിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഇതാരാ? നമ്മുടെ കൊച്ചുമോൻ ബിനിമോൻ ഗൾഫിൽ പോവാ. അത് ഇന്ന്. ഞങ്ങളുടെ കൊച്ചുമോൻ ബിനിമോൻ, എന്റെ മോന്റെ മോൻ, അവരൊക്കെ തിരുവല്ലല്ല താമസിക്കുന്നത്. അവൻ ഗൾഫിൽ പോവാ. അതെ അതെ, ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. അത് നിനക്ക് ആ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. അതാ അവൻ ഇന്ന് വരും. ദൈവത്തെ ഓർത്ത് ചൊറിയാൻ ഭർത്താൻ എന്നോട് പറയുന്ന കൂട്ട് അവനോട് പറയാൻ നിൽക്കരുത്. അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് വിടണം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവോ ഗൾഫിൽ പോകാനെ കൊണ്ട്. 36 വയസ്സായില്ലോടി. അവനിപ്പോ ഉടനെ ഗൾഫിലോട്ട് തന്നെ പോകുന്നത്. ഇവിടെ നിന്നാ പോരായോ? അവൻ എന്തുമാത്രം നാട്ടിൽ ബിസിനസ് ചെയ്തു? എന്തെങ്കിലും രക്ഷയുണ്ടായോ? അവൻ ഗൾഫിൽ പോട്ടെ. അവൻ നാട്ടിൽ വലിയ ബിസിനസ് ചെയ്തെന്ന്. ഇവന്റെ ബിസിനസ് എന്താണെന്ന് അറിയോ? ഈ ചൂട് സമയത്ത് തണ്ണിമത്തങ്ങ വെട്ടി ഉടച്ചുടച്ചിട്ട് ട്രാൻസ്പെറന്റ് കുടത്തിനകത്താക്കി ഇവൻ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് ഇവൻ ചൂട് ഇരിക്കും. എന്നിട്ട് ഇവൻ തന്നെ കുടിച്ച് തീർക്കും. അതാണ് അവന്റെ ബിസിനസ്. അതൊക്കെ അങ്ങനെ ചില സമയത്ത് അത് നഷ്ടം വരും. നഷ്ടം വരും. അത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങി, ലോട്ടറി കച്ചവടം. വണ്ടി വന്ന് വണ്ടിക്കാരൻ പിടിച്ചതിന്റെ ലോട്ടറി വേണം ചോദിക്കുമ്പോൾ ഒരു മിടുക്കം വന്ന് തട്ടിപ്പറിച്ചോണ്ടങ്ങ് പോയി. ഭാഗ്യത്തിന് ആ ലോട്ടറി അടിച്ചില്ല. അത് കാരണം അവനെ പൊക്കിയനായിരുന്നു. അത് കഴിഞ്ഞ് അവനൊരു ബിസിനസ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പച്ചാ ഈ ചൂടിൽ ഒരു നാരങ്ങ വെള്ളം കച്ചവടം നടക്കണം, എനിക്ക് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 28 കുപ്പി ഗ്ലാസും ഒരു ചാക്ക് നാരങ്ങയും പഞ്ചസാരയെല്ലാം സജ്ജീകരിച്ച് ഇവന് കൊടുത്തു. ഇവൻ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് സ്പൂണിട്ട് അടിച്ച ആ ഗ്ലാസ് മൊത്തം പൊട്ടിച്ചു. അങ്ങനെ നശിച്ചവര് ഇപ്പത്തിനാടി അവൻ ഗൾഫിലോട്ട് വന്നേ. കാര്യസ്ഥിരം 3 മാസം അവന്റെ കല്യാണം കിടന്നിട്ട് അവനെന്തിനാ പോകുന്നത്? ഞാനത് പറയട്ടെ മനുഷ്യ, നിങ്ങൾ എന്തിനാ ഈ തിളക്കുന്നത്? എന്റെ പൊന്നു മനുഷ്യ, ആ പെണ്ണിന്റെ വീട്ടുകാർക്കും പെണ്ണിന് സംശയം തോന്നുന്നില്ലയോ? എടി കല്യാണം കഴിഞ്ഞ് എന്തോ സംശയം തോന്നാനാ? അവൻ ഗൾഫിലാന്ന് പറഞ്ഞിട്ടല്ലയോ കെട്ടിച്ചതാ? അവൻ ഗൾഫിലല്ലായിരുന്നില്ല, പിന്നെ അങ്ങനെ കല്യാണം നടത്തിയത്? നിങ്ങൾ ഇതൊന്നും അറിയാത്തോട്ട് എന്ത് വന്നേ സംസാരിക്കുന്നത്? അവരോട് പറഞ്ഞേക്കുന്നത് അവൻ ഗൾഫിലാന്നാ. അവരങ്ങനെ വിശ്വസിക്കുകയും ചെയ്തല്ലോ. അപ്പൊ കല്യാണം എങ്ങനെ നടന്നു എന്നുള്ളത്? കല്യാണ ദിവസം ചെറുക്കന്റെ ദേഹത്ത് 2 ലിറ്റർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പെർഫ്യൂം അടിച്ചു. ഒരു ഗ്ലാസ് അവന് കുടിക്കാനും കൊടുത്തു. അതിന്റെ സ്മെല്ല് വന്നപ്പോ അവര് വിചാരിച്ചു അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവർ 2 മണിക്കൂറിന് മുമ്പ് ഈ ചെറുക്കനെ പറഞ്ഞു വിടണമെന്ന്. ഈ ചെറുക്കനെ എനിക്കറിയത്തില്ല. ഈ പണ്ട് ചെറുക്കനെ ഗൾഫിൽ പോട്ടവൻ അവൻ വരുമ്പോ ഒന്നും പറഞ്ഞേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. പോച്ചയും കൊണ്ട് ആരാണ്ട് വരുന്നു. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി അമ്മച്ചി എന്റെ കൊച്ചുമോനാണോ അതോ സുരേഷ് ഗോപിയുടെ കൊച്ചുമോനാണോ വന്നിരിക്കുന്നത്? അപ്പച്ചന്റെ വിനിമയം വന്നു. നീ എവിടെ പോവാ? ഗൾഫിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗൾഫിൽ ഗൾഫിൽ പോന്ന് പറഞ്ഞിട്ട് മോന്റെ പെട്ടി പ്രമാണമൊക്കെ എന്തി? അത് നിന്നോവയുടെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. ഞാൻ വന്ന വണ്ടി നിന്നോവ. മക്കളെ, അത് നിന്നോവയല്ല, ഇന്നോവ. അതിന്റെ മണ്ടയ്ക്ക് പെട്ടി വെച്ച് കെട്ടിയേക്കോ. എത്ര പെട്ടി ഉണ്ടോ? ഒരു പെട്ടിയുള്ളൂ. ഒരു പെട്ടി ഉണ്ടെങ്കിൽ വണ്ടി അകത്ത് വെച്ചിട്ട് പോയാൽ പോരായിരുന്നു? അയ്യോ, അത് പറ്റത്തില്ല. വണ്ടിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഞാൻ മഞ്ഞ പ്ലാസ്റ്റിക് കയറിട്ട് വരിഞ്ഞ് കെട്ടി അങ്ങ് വരുവാ. കാണുന്നവര് മനസ്സിലാക്കണം ബിരുക്കുട്ടൻ ഗൾഫിൽ പോവാന്ന്. പെട്ടിയെടുത്ത് വട്ടിക്കകത്ത് വെച്ചിട്ട് നിനക്ക് വട്ടിയുടെ പുറത്ത് കവച്ചിരിക്കുന്നില്ലായിരുന്നു? നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ വരത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇവൻ വിമാനത്തിനകത്ത് നിന്ന് കയറുമെന്ന്. വിമാനത്തിന്റെ പുറത്ത് കവച്ചിരുന്ന് പോവും. നിന്നെ കടൽക്കാക്ക കൊത്തി തറയിലിടും ഇവരെ. ഈ പാലിന് കൊടുത്തില്ലാത്ത പാലിന്റെ പുറത്ത് എന്താണ് ബെൽറ്റ് ഇട്ട് വെച്ചേക്കത്തെ? ബെൽറ്റിന് കൊടുത്തോണ്ടല്ലോ. കാശ് കൊടുത്ത് വാങ്ങിച്ച ബാലിന്റെ ഹോളിൽ നിന്നും പറഞ്ഞ് ബെൽറ്റ് വീട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കുടുംബത്തെ നാളെ കെടുത്താൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണും. നാണക്കേടാ, അത് അഴിച്ചുകളാ. കളയത്തില്ല. ഞാൻ ഗൾഫിൽ ചെന്നിറങ്ങുമ്പോ എന്നെ 10 പേര് നോക്കണം. 10 പേരുള്ള അല്ല, അവിടെ ഉള്ളവരെല്ലാം നിന്നെ ഇങ്ങനെ നോക്കി. ഈ വികൃത ജീവി എവിടുന്ന് വന്നാന്ന് പറഞ്ഞോട്ട് പിന്നെ കിടത്തി പുളരെന്തോ കാലിട്ട് ഇതെന്ത് ഒരു വെപ്രാളോ എന്റെ കുഞ്ഞ്? എന്താടാ? അതെ, ആദ്യമായിട്ട് ഷൂസ് ഇടുവല്ലേ, പുതിയ ഷൂ ആണേ, ചെറുതായി പോയി. ഷൂ എന്ന് പറയുമ്പോ ചെറുതാ. അതാ ഷൂ ചെറുതായി പോയി. അതിനിപ്പോ പുളക്കത്ത് കാലിട്ട് ഇത് ഈ ചെറിയ സഞ്ചിക്കകത്ത് ഇഞ്ചി കുത്തിക്കെട്ടി തിരികെ വെച്ചേക്കുന്ന പോലെ വിരലിനകത്തിരിക്കുന്നത്. വേറെ വല്ല പരിപാടി നോക്ക്. പാറയിരിപ്പുണ്ടോ അല്ലേ? പാറചെരിപ്പുട്ടുണ്ട് ഗൾഫിൽ പാലം കണ്ടില്ലേ? ഞാൻ ആരുടെ 3 ഷൂ ഇട്ടോട്ട് പോയതായിരുന്നു. മണ്ട പറഞ്ഞത് കേട്ടില്ലയോ? നിങ്ങൾ കൂടുതൽ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ആ കുഞ്ഞിന് ഗൾഫിൽ പോകാൻ പറ്റാഞ്ഞത്. അതോ ഗൾഫ് എടുത്ത് ഞാൻ എന്റെ മടി വെച്ചേക്കുമായിരുന്നു. വീട്ടുപേരെന്തോ വെച്ച് വെക്കുന്നറിയാവോ? എന്നെ കൊണ്ട് കൂടുതൽ സംസാരിക്കരുത് കേട്ടോ. അതന്നെ, ഒരു കുടുംബപ്പേരുണ്ടാക്കി വെച്ചേക്കോ. ആ പാസ്പോർട്ട് കിട്ടുന്നത് മൊത്തം അങ്ങ് തെറ്റി പോവായിരുന്നു. എന്താ കുഴപ്പം? നമ്മുടെ വീട്ടുപേരെന്തുവാ? അടക്കാമൂട്ടിൽ താഴത്തേതിൽ. എന്റെ പപ്പ ഒരു വീട് വെച്ചപ്പോ അപ്പച്ചൻ പറഞ്ഞില്ലയോ ഈ കുടുംബ പേര് തന്നെ വീടിന് വിട്ടാ മതിയെന്ന്? എന്റെ പപ്പ എന്റെ മോനാ. അവനോട് ഞാൻ പറഞ്ഞു നീ തിരുവല്ല വീട് വെക്കുമ്പോൾ ഈ വീട്ടുപേര് തന്നെ അവിടെ ഇട്ടാ മതിയെന്ന്. അതിന് വന്ന കുഴപ്പം എന്തുവാ? എന്തോടാ? എന്റെ ആധാറിനകത്തും അടയ്ക്കാമൂട്ടിൽ താഴത്തേതിൽ നിന്നും സർട്ടിഫിക്കറ്റിനകത്ത് താഴത്തെ മൂട്ടിൽ അടയ്ക്കാന്നു. ഈ പാസ്പോർട്ട് വന്നപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അങ്ങനെ കേറി ഇറങ്ങി ഞാൻ ഒരു വിധത്തിൽ ശരിയാക്കി പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് കൊടുത്തപ്പോ എന്തുവാ വിഷയം? മൂട്ടിൽ അടക്കയില്ല.
എന്നിട്ട് പിന്നെ ഞാൻ കയറി ഇറങ്ങി പഞ്ചായത്തിലും വില്ലേജിലും പാസ്പോർട്ട് ഓഫീസിലും കയറി മൂട്ടിലെ അടയ്ക്ക ശരിയാക്കി വർഷങ്ങളെടുത്തു. അതെ, ഇത്രയും വർഷം ഞാൻ കയറി ഇറങ്ങിയ വർഷം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടയ്ക്ക വെച്ചായിരുന്നു, ആ അടയ്ക്ക വിറ്റ് എനിക്ക് ജീവിക്കായിരുന്നു. ആ വീടിന് പിന്നെ ഏത് പേര്? എന്റെ പേരിടണമായിരുന്നു, ബിനു മില്ല. ഓ, നീ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ബിനു ഇല്ല. അല്ല, പിന്നെ ബിനു ഭവൻ നിർത്തില്ലായിരുന്നു. ബിനു ഭവൻ നിറാൻ തന്നെ കാരണമുണ്ട്. ബിനു ഭവൻ ആ വീടിന് പേരിട്ട് കഴിഞ്ഞാൽ ആ ഭവനം മുടിയും. ഇവനെ പ്രസവിച്ച 3-ാം പക്കം ഇവന്റെ അച്ഛൻ എന്റെ മോൻ വണ്ടിയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. അത് കഴിഞ്ഞ് ഇവന് മാമോദിസ വെക്കാൻ വേണ്ടി പള്ളി ചെന്നപ്പോ പള്ളിയിലെ കിണറങ്ങ് പറ്റി. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ആദ്യ കുർബാനയ്ക്ക് ചിക്കനും പൊറോട്ടയും കൊടുത്തപ്പോൾ ജോസുകുട്ടിയുടെ തൊണ്ടയ്ക്ക് ചിക്കന്റെ കാല് കയറി കുടുങ്ങി. അത് കഴിഞ്ഞ് ഇവന് 5 വയസ്സുള്ളപ്പോൾ പദയാത്രയ്ക്ക് എന്റെ കൂടെ വന്നു. ഇവന് നടക്കാൻ പറ്റത്തില്ലെന്നുണ്ട് എന്നെ ഏണത്ത് കയറി നടന്ന് ഞാൻ നടന്ന് എന്റെ വായിക്കൂടെ പതയം നുരയും വന്നു. അങ്ങനെ നാശമായിട്ട് തീർക്കട്ടെ. ഇതിനെ ഗൾഫിൽ വിടുന്ന കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിങ്ങോട്ട് ഞാൻ സത്യം പറഞ്ഞ അമ്മച്ചി, ഞാൻ വരത്തില്ലായിരുന്നു. അപ്പച്ചൻ അമ്മച്ചി ഇവിടെ വന്ന് അപ്പച്ചന് അനുഗ്രഹം വാങ്ങിക്കാൻ പപ്പ പറഞ്ഞു വിട്ടു. അതുകൊണ്ടാണ്. അത് പോട്ടെ. എന്റെ പൊന്നു മക്കൾ വല്ലതും കഴിച്ചായിരുന്നോടാ? ഞാൻ വീട്ടിൽ നിന്ന് വയറ് നിറച്ചും കഴിച്ചു എന്ന് പറഞ്ഞു ഇവിടുന്ന് കഴിക്കാൻ ഇരിക്കത്തില്ല, മൊത്തം എടുത്തു. ഞാൻ പൊന്നിന് പോയി കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായുള്ളൂ. 3 മാസമായി. ഉടനെ ഗൾഫിലോട്ട് പോവാ. അപ്പൊ അവിടെ പശുവുണ്ട്, റബ്ബറുണ്ട്, വീടുകളെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. നീ പോയി കഴിയുമ്പം വീടിന്റെ കാര്യം ആര് നോക്കും? എന്റെ ഭാര്യ ഗ്രേസ് നോക്കും. അപ്പൊ പശുവിന്റെ കാര്യം ആര് നോക്കും? അത് അവള് നോക്കിക്കോളും. അപ്പൊ തോട്ടത്തിന്റെ കാര്യം ആര് നോക്കും? അതും അവള് നോക്കിക്കോളും. നീ പോയിട്ട് എന്നാ തിരിച്ചു വരുന്നേ? 5 കൊല്ലം കഴിയും. അപ്പൊ പിള്ളേരുടെ കാര്യമോ? അത് അവള് നോക്കിക്കോളും. അവള് മേടിക്കാൻ നോക്കുക. അതല്ല, 5 കൊല്ലം തിരിച്ച് വന്നിട്ട് മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ തീരുമാനം. പക്ഷേ നീ കല്യാണം കഴിച്ച അപ്പത്തിന് അന്ന് കല്യാണത്തിന് വന്നേ ഉള്ളൂ. അപ്പത്തിന് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്റെ കടം വാങ്ങിച്ചു കൊടുക്കാണ്ട് നാട്ടുകാർ. അതല്ലേ നീ കല്യാണം കഴിച്ചത് എവിടെ? മല്ലപ്പള്ളി. മല്ലപ്പള്ളിയിൽ ആ പള്ളിയുടെ വീട്ടുകാർക്ക് എങ്ങനെയുണ്ടാ? ഭയങ്കര പണക്കാരാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ അവര് ക്രിസ്മസിന് കരോളുകാർ വന്ന വാതിൽ തുറക്കും, ലൈറ്റ് വിടും. അങ്ങനത്തെ ആൾക്കാരാ, പൈസയും കൊടുക്കും. നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ കട്ടലിൽ കയറി കഥ അടയ്ക്കത്തില്ല. പിന്നെ ഗൾഫിൽ പോകുന്ന കാര്യം പറയാൻ ചെന്നു മാർച്ച് ആദ്യം. അന്നേരം ഇവര് വീണ്ടും കിട്ടിയേക്കോടാ ഈ സ്റ്റാർ. അവരറിഞ്ഞില്ല ഡിസംബർ തീർന്നത്. പൈസയുടെ ഇളക്കവേ. ഞാൻ പറഞ്ഞപ്പോഴേ അവര് സ്റ്റാർ അഴിച്ചു മാറ്റിയത്. അപ്പൊ അവരുടെ വീട്ടിൽ കലണ്ടർ ഇല്ലയോ? കലണ്ടർ ഉണ്ട്. അതിനകത്ത് 1-ാം തീയതി 31-ാം തീയതി ഒന്നും ഇല്ല. പാലുകാരനും പത്രക്കാരനും പൈസ കൊടുക്കണ്ടേ? മേടിച്ചിട്ട് മാറ്റി കളഞ്ഞേക്കുവാ. അവനെന്താ ജോലി നിന്റെ അമ്മായപ്പന്? ഭയങ്കര ജോലിയാ എന്റെ അമ്മായപ്പന്. എന്തുവാ? കോൺട്രാക്ടർ. അങ്ങനത്തെ പണിക്കാരനാ. ഇവിടുന്ന് എത്ര മണിക്കാ ഫ്ലൈറ്റ് ഉള്ളത്? ഇതിപ്പം 3 മണിയാകുമ്പം വിമാനത്താവളം എത്തണം. അവിടെ എമർഷൻ ഉണ്ട്. എമർഷൻ. നീ വിമാനത്താവളത്തിൽ പെയിന്റ് അടിക്കാൻ പോകുന്നോ? എമർഷൻ അല്ലെന്ന് മറ്റേ പരിശോധിക്കുന്ന സംഭവമില്ലേ പോച്ച? എമിഗ്രേഷൻ. അതുണ്ട്. അത് കഴിഞ്ഞ് എന്റെ സാധനത്തിന്റെ തൂക്കം നോക്കണം. ലഗേജിന്റെ വണ്ടിയുടെ പുറത്തിരിക്കുന്നത് 30 കിലോ കൂടുതൽ കൊണ്ടുപോകത്തില്ല. അപ്പൊ നിനക്ക് എത്ര കിലോ ഉണ്ട്? എനിക്ക് 60. അയ്യോ, എന്റെ പകുതി ഞാൻ ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരുമോ? 30 കിലോ കൊണ്ടാ പറ്റത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നീ 30 രൂപ കൊണ്ടുപോകണം. 30 കിലോ കൊണ്ടുപോ 90 കിലോ ആവുമല്ലോ. 90 കിലോ ആവും. എന്ത് ചെയ്യും? അപ്പൊ 30 കിലോ കുറയ്ക്കണം. ഞാൻ ഇവിടെ വെക്കണോ പകുതി? നിന്റെ പകുതി കെട്ടിയാൽ ഇവിടെ വെച്ചിട്ട് പോകും. നീ അവിടെ നിനക്ക് ഈ ക്ലാപ്പൊന്നും അറിയത്തില്ലല്ലോ. ഈ ഗൾഫിൽ പോകുമ്പോൾ ഫ്ലൈറ്റ് കയറി പോകുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ എന്റെ കൂടെ ആളുണ്ട്. ആരുണ്ട്? നമ്മുടെ പുല്ലാട്ട റോസമാമയില്ലേ? റോസമാമ എന്റെ കൂടെ വരുന്നുണ്ട്. റോസമാമ അവളെവിടെ? അപ്പം റോസമാമ നമ്മൾ ഈ ഭൂപടത്തിനകത്ത് കാച്ചിൽ പറിച്ചു വെച്ചേക്കുന്ന പടം പോലെ ഒരു രാജ്യമുണ്ടല്ലോ, ഓസ്ട്രേലിയ. അവിടാണ് റോസമാമ. അവളിപ്പോ നീ അങ്ങ് ദുബായിലോട്ടില്ലേ പോന്നേ? റോസമ്മ എന്താ അങ്ങോട്ട് വരുന്നത്? എന്തുവാ? അത് ദുബായിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പോകുന്ന ഫ്ലൈറ്റ് അവിടെ ചെല്ലുമ്പോ കണക്ട് ചെയ്യും. വേറെ ഫ്ലൈറ്റ് കണക്ട് ചെയ്യും. അപ്പൊ ഇത് നീളം കൂടത്തില്ലോടാ? അങ്ങനല്ല മാട്ടറാപ്പച്ച. വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. വേറെ 2 ഫ്ലൈറ്റ് ഉണ്ട്. അവള് നേരത്തെ ഇനി ഞാൻ അവിടെ കൊച്ചെന്നെ വീഡിയോ കോൾ ചെയ്ത് അന്നെ ഇവിടെ കുറെ നാളായി കണ്ടിട്ടെന്ന് പറയുന്നത് ഇവിടെ മലയാളി അസോസിയേഷന്റെ പരിപാടിയാണ് ഓസ്ട്രേലിയയിൽ. കൊച്ചവിടെ കൈകൊട്ടിക്കളി ആ വീഡിയോ കൊച്ചോടക്കടുത്ത് കൈകൊട്ടിക്കളിയുടെ വീഡിയോ ഞങ്ങളെ കാണിച്ചു. ഓസ്ട്രേലിയയിൽ കൊച്ചത്തെ മിടിക്കാതറിയോ? കൊച്ചു ഭയങ്കര പറന്നറിയായിരുന്നു. ഭയങ്കര കൈകൊട്ടിക്കളി. ആരാവിടെ പഠിപ്പിക്കുന്ന കൈകൊട്ടിക്കളി? അവിടെ കൈകൊട്ടിക്കളി പഠിപ്പിക്കുന്ന എന്റെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു കങ്കാരു ആയിരിക്കും അവളെ പഠിപ്പിക്കുന്നത്. അത്രയ്ക്ക് പറന്നുള്ള അടിയായിരുന്നു അവിടെ അടിയെന്ന് പറഞ്ഞു. അപ്പൊ അവളോട് കൂട്ടുകൂടി ഓസ്ട്രേലിയക്ക് കൂടെ പോകാൻ നോക്കണം. കാരണം എങ്ങനെയാലും നിന്നെ ഈ നാട് കടത്തി വിടണം. എനിക്കല്ല എനിക്ക് കുശും പറയാൻ നിന്നെ പറഞ്ഞു ഞാൻ കൊല്ലിച്ചാൽ. എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകുന്ന ചെറുക്കൻ എടുത്തു വെച്ചേക്കുന്നത് വേണ്ട. മക്കൾ കൊണ്ടുവന്ന ആ ബാഗിനകത്തോട്ട് അമ്മച്ചി ഉണ്ടാക്കി സ്പെഷ്യൽ ലേഹ്യം കൂടി എടുത്ത് അങ്ങ് വെക്കണം. ബാഗിനകത്ത് അരിയുണ്ട്, മിച്ചറും ഉപ്പേരി അച്ചപ്പും എല്ലാം ഇരിക്കുക. അതൊക്കെ കഴിക്കുമ്പോ വയറ്റിന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാനുള്ള ലേഹ്യവാ ഇത്. ഇത് വെക്കാൻ സ്ഥലമില്ല അമ്മച്ചി അതിനകത്ത്. 30 കിലോ കൊണ്ടോ പാക്കറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. എന്തോ അത് ലേഹ്യമാണെന്ന് മറ്റേ തേനൊക്കെ. ഞാൻ ഇവിടുത്തെ തിന്നിട്ട് പോകണം. അയ്യോ കണ്ട ഇങ്ങോട്ട് മാറ. വേണ്ട ഇവിടെ ഒന്ന് വെള്ളം വർക്കും അങ്ങേർക്ക് കൊടുക്കല്ല. എന്നാൽ ഷുഗർ ഹൈയാ, മധുര കൂടുതലുണ്ട്. ബാക്കി എഴുതി കഴിച്ചേച്ച് അങ്ങോട്ട് വാ. ആഹാരം അവിടെ എടുത്ത് വെച്ചേക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ സമയമായില്ലയോ? കൊടുക്കത്തില്ല. കൊടുക്കരുത്. വെള്ളം എടുത്തോണ്ട് വരണ്ട. അമ്മച്ചി വഴക്ക് പറയും.
ആ തരത്തില്ല ഇതിനൊക്കെ കാര്യം അമ്മച്ചി അറിയണ്ട കേട്ടോ. നാളെ ഒരു 3 ഇൻസിലെ കയറ്റി അടിക്കാം. നീ കുറച്ച് തിന്നോ. അയ്യോ കൈയെടുക്കാൻ പറ്റുന്നില്ല, കൈയെടുക്കാൻ പറ്റുന്നില്ല. എടുക്കാൻ പറ്റുന്നില്ല. ഓ മടക്കി പിടിച്ചേക്ക് വരുന്നേ. ഇത് തീർന്നു. കൊള്ളാം. വാ, കഴിക്കാൻ വരാത്ത എന്താ നിങ്ങള് എടുത്തു വെച്ചേക്കുന്നെന്ന്? പെട്ടെന്ന് വേണം, പെട്ടെന്ന് 3 മണിയാകുമ്പോ വിമാനത്താവളം. എന്തുവാടാ ഏ കുഞ്ഞു? ഒരു കാര്യം ചെയ്യ്, പ്രാർത്ഥിച്ചിട്ട് കഴിച്ചേച്ചങ്ങ് ഇറങ്ങാം. അതാ നല്ലത്. പ്രാർത്ഥിക്കാം. അതാ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കൈ ഇട്. എന്നാ. അയ്യ്. ഓ വാ. നീ പ്രാർത്ഥിക്കുന്നതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഞാൻ പ്രാർത്ഥിച്ച തെറ്റ്, നിങ്ങളങ്ങ് പ്രാർത്ഥിക്കും. എന്റെ പൊന്നു കർത്താവേ, എന്റെ കുഞ്ഞ് അങ്ങോട്ട് വരികയാണ്. നീ അവിടെ ചെല്ലുമ്പോൾ ആ നാടും ഈ നാടും ഒന്നായി നീ കരുതണം. കള്ളന്മാർക്ക് കൂട്ടുനിൽക്കല്. കള്ളന്മാർ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് നീ മനസ്സിലാക്കണം. എന്റെ പൊന്നു കർത്താവേ, ഈ മൊണ്ണയെ കാത്തുരക്ഷിച്ചേ. ഇനി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. എനിക്ക് വേണം, എനിക്ക് അപ്പച്ചി എവിടെ പോയാ? അതെന്തൊരു പരിപാടി അത്? ആ കുരിശെടുക്കാൻ പോയായിരിക്കും, തലയൊക്കെ കുരിശെടുക്കാൻ പോയായിരിക്കും. ഇതെന്താ പോകാൻ സമയമായപ്പോഴത്തേക്ക്? എടാ നീ കഴിക്കുന്നു? വേണ്ട അമ്മച്ചി, ഞാൻ ഇഷ്ടം പോലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വന്നേ. ചേടാ ചെറുക്കനെ അപ്പച്ചി ഇങ്ങോട്ട് വാ, പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വാന്നേ. കുഞ്ഞിനെ പറഞ്ഞു വിടാനുള്ള സമയത്ത് അങ്ങോട്ട് പോയി നിങ്ങൾ എന്താ കൊടുക്കും അവിടെ? ആ പ്രാർത്ഥന ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണെ കൊണ്ട്. എന്തോ അപ്പച്ച ഇത്? അപ്പച്ച ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അപ്പച്ച ഇത്. വാ നമുക്ക് പോകാം. വഴി വെട്ടറക്കി വിടാം കുഞ്ഞിനെ. വാ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു വന്നേരം. ഞാൻ പ്രാർത്ഥിച്ചു. മുട്ട് ഇനി എനിക്ക് മുട്ട് കുത്താൻ പറ്റത്തില്ല. നിങ്ങൾ മുട്ട് കുത്തിയില്ലയോ? ഞാൻ മുട്ട് കുത്തിയിട്ട് വരാം. ഈ ചെറുക്കൻ എന്തോ കാണിക്കുവാന്നേ നിങ്ങള്? അതവിടെ കൊച്ചിറക്കൻ എന്താ പറ്റിയത്? എനിക്കറിയാം നിങ്ങൾ അങ്ങോട്ടങ്ങോട്ടോ പോയത്. ആ പോയതിന്റെ ആദ്യാ പോകുന്നതിന്റെ ഗൾഫിൽ പോകുന്നതിന്റെ ആദ്യാ കാണിക്കുന്നത്. അത് പിന്നെ കാണാതിരിക്കോ? കുഞ്ഞ് ഒറ്റയ്ക്ക് പോവല്ലേ? പെട്ടെന്ന് കളിച്ചിട്ട് വാ. ഇറങ്ങ കുഞ്ഞ് ഇങ്ങോട്ട്. പ്രാർത്ഥിക്കാം. കഴിഞ്ഞു കഴിഞ്ഞു. എന്നാ പമ്പ. ആണ്ട് ഈ അപ്പച്ചി എന്തോ ഒരു കുഞ്ഞുകളിയാ നോക്കണം. അമ്മച്ചി എന്നെ നിന്നോ വെയിറ്റ് ചെയ്യുന്നു. എന്തോ കാണിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങാനെ കൊണ്ട്. അപ്പച്ചി എനിക്ക് അവിടെ ചെന്നിട്ട് കണക്റ്റുമ്പോഴായിട്ട് റോസമ്മാമ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂട്ടില്ലെന്ന് അമ്മച്ചി. ഇങ്ങോട്ട് വരാനെന്ന്. അപ്പച്ചോ നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. എന്തെങ്കിലും ഒന്ന് മിണ്ടോ? അതും ഇല്ല. എന്തൊരു പരിപാടിയാണ് കാണിച്ചത്? ഞാൻ അവിടെ ചെന്നിട്ട് പിറ്റേന്ന് തന്നെ ഈ രണ്ടെണ്ണം കൂടി എന്തോ കാണിക്കുവാ. കഷ്ടമാന്ന് പറയണ ചെറുക്കൻ, നിനക്ക് ഫ്ലൈറ്റ് പോകത്തില്ലയോ? വരുന്ന കണ്ടുകൂടാ. പോടാ, ഇറങ്ങടാ അങ്ങോട്ട്, സമയം പോന്നടാ. അയ്യോ അയ്യോ എന്താ മതി. നീ എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്? ഇറങ്ങി പോണ്ടാ. നമുക്ക് ഗൾഫിൽ പോവാനെ കൊണ്ട്. നിർത്തടി. അവനിപ്പോ ഗൾഫിൽ പോകുന്നതല്ല അത്യാവശ്യം, അവനിപ്പോ കക്കൂസി പോകുന്ന അത്യാവശ്യം. അതെന്ത് വന്നു? നീ എപ്പോഴും എന്നോട് പറയത്തില്ലേ അപ്പച്ചൻ എന്താ തിരുവല്ലയിലോട്ട് വരാത്തെന്ന്? ഇവള് ഇതുപോലെ ഓരോ കൊണാപ്പുണ്ടാക്കി തരും. ഞാനത് തിന്നും. എങ്ങനെ വിശ്വസിക്കാൻ ബസ് യാത്ര ചെയ്യപ്പെടാ? ശരിയാന്നേ. ഒരു കാര്യം ചെയ്യും, നാളെ അങ്ങ് പോകാം. നാളെ പോകാൻ ഇനി ഇതിനകത്തൊന്നും ഇല്ല അമ്മച്ചി.